ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചാനലിലേക്ക് വരുന്ന ഭൂരിഭാഗം വ്യൂവേഴ്സും നമ്മുടെ ചാനലിലേക്ക് വരുന്ന ഭൂരിഭാഗം സബ്സ്ക്രൈബേഴ്സും വാഹനങ്ങളുമായിട്ട് വളരെയേറെ ബന്ധമുള്ള ആളുകളാണ്. അതായത് വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, വാഹനപ്രേമികളാണ്. അപ്പോൾ ഭൂരിഭാഗം വാഹനപ്രേമികളുടെയും മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കും ഇഷ്ടമുള്ള വാഹനത്തിൻ്റെ ഒരു മിനിയേച്ചറെങ്കിലും വാങ്ങി സൂക്ഷിക്കുകയാണ്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മിനിയേച്ചറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഈ കാണുന്ന അംബാസഡറിൻ്റെ ഈ ഒരു മിനിയേച്ചർ ഞാൻ 2 ദിവസം മുന്നേ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. കണ്ടില്ലേ, ഏകദേശം നമ്മുടെ ഒറിജിനൽ അംബാസഡറിനോട് വളരെയേറെ സാമ്യമുള്ള തരത്തിലാണ് ഈ ഒരു മിനിയേച്ചർ അവർ നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു കമ്പനി നിർമ്മിച്ചിരിക്കുന്നത് സെൻറ്റി ഓട്ടോമൊബൈൽ മിനിയേച്ചേഴ്സ് എന്ന കമ്പനി നിർമ്മിച്ച ഒരു മിനിയേച്ചറാണിത്. ഇതിന് ഏകദേശം 153 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അവർ ഈ ഒരു അംബാസഡറിൻ്റെ മിനിയേച്ചർ മാത്രമല്ല നിർമ്മിച്ചിരിക്കുന്നത്, നമ്മുടെ ഇന്ത്യൻ നിരത്തിൽ ഇറങ്ങുന്ന പോളോ, അതുപോലെ തന്നെ ആൾട്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നോവ, ക്രെറ്റ, ബ്രസ, അങ്ങനെ ഒരുപാട് വാഹനങ്ങളുടെ മിനിയേച്ചറുകൾ അവർ നിർമ്മിക്കുന്നുണ്ട്. അത്തരം മിനിയേച്ചർ ടോയ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ആമസോണിൽ ചെന്ന് വളരെ മാന്യമായ വില വാങ്ങാൻ കഴിയുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയ മിനിയേച്ചർ. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ഏകദേശം നമ്മുടെ ഒരു ഒറിജിനൽ അംബാസഡറിനോട് വളരെയധികം സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് അവർ ഈ ഒരു ടോയ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോർ ഓപ്പണബിൾ ആണ്. അതുപോലെ കണ്ടില്ലേ, നമ്പർ ബോർഡ് ഉണ്ട്, അതുപോലെ ബ്രേക്ക് ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ പിറകിലില്ല കേട്ടോ, പക്ഷെ ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ ആണെന്ന് തോന്നുന്നു. ഇൻഡിക്കേറ്റർ ഉണ്ട്, ഫ്രണ്ടിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിറകിൽ ഇൻഡിക്കേറ്റർ ഇല്ല. അതുപോലെ വീലൊക്കെ ഹൈവാ, എന്താ അടിപൊളി സാധനം. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വൈറ്റ് കളർ മാത്രമല്ല ഉള്ളത്, ബ്ലാക്ക് കളർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു നീല നിറത്തിലുള്ളതുണ്ട്, അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ളതുണ്ട്, അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ളതുണ്ട്. പല കളറുകളിലുണ്ട്. നിങ്ങളെ ഭാഗ്യം പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കളർ കിട്ടും. എനിക്ക് ബ്ലാക്ക് ആയിരുന്നു ഇഷ്ടം, പക്ഷെ എനിക്ക് കിട്ടിയത് വൈറ്റ് ആയി പോയി. പക്ഷെ ഞാനിതിൽ സംതൃപ്തനാണ്, കാരണം ഞാനിതൊരു ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടാണെങ്കിലും ഞാൻ ഈ ഒരു വണ്ടി ബ്ലാക്ക് ആക്കി മാറ്റും. പിന്നെ മാത്രമല്ല, എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മന്ത്രിമാരൊക്കെ പോകുന്ന സ്റ്റൈലിലുള്ള ഈ ഒരു അംബാസഡർ മിനിയേച്ചർ ടോയും ആമസോണിൽ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ലൈറ്റ് വരും, അതുപോലെ ഇവിടെ ഒരു ഫ്ലാഗ് വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡൽഹിയിലൊക്കെ ടാക്സി ആയിട്ട് ഓടുന്ന വണ്ടി, നമ്മുടെ മണവാളനൊക്കെ വരുന്ന വണ്ടി, മണവാളൻ വരുന്നത് നമ്മുടെ പത്മിനിയിലല്ലേ, അതുപോലെ തന്നെ ടാക്സി ആയിട്ട് ഓടുന്ന ആ ഒരു അംബാസഡർ കാറിന്റെ മിനിയേച്ചറും നമുക്ക് ഈ ഒരു ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വാഹനം വാങ്ങാൻ കഴിയുന്നതാണ്. അധികം പറഞ്ഞ് നേരം കളയാതെ നമുക്കിതൊന്ന് പൊളിച്ചു നോക്കാം. ഫ്രണ്ട്സ് കണ്ടോ, ഹായ് വാ, എന്താ അടിപൊളി ലുക്ക്. ഒറിജിനൽ അംബാസഡറിനോട് സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു അംബാസഡർ. അത്യാവശ്യം ഭാരമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഞാൻ വിചാരിച്ചു കുറച്ച് കനമൊക്കെ കുറവാണെന്ന്, പക്ഷെ അത്യാവശ്യം ഭാരമുണ്ട്. സ്ക്രാച്ചൊന്നും അല്ലായിരുന്നു, അതൊക്കെ പോയി. നോക്കിയ ഫ്രണ്ട്സ്, എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മുടെ ഒറിജിനൽ ഇവിടെ എന്തോ സ്ക്രാച്ച്, കമ്പനിയിൽ നിന്ന് വന്ന് സ്ക്രാച്ച് ആണോ എന്തോ പശ പോലെ എന്തോ സാധനമാണ്. അത് സാരമില്ല, അത് നമുക്ക് തുടച്ച് മാറ്റാവുന്നതാണ്. അയ്യവാ, എന്ത് ഭംഗിയാണോ നോക്കിയേ. അല്ലേ, ഇതിൻ്റെ അടിഭാഗം അംബാസഡർ സ്കെയിൽ സെൻറ്റി ടോയ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇതൊരു പശ പോലെ എന്തോ പറ്റിയതാണ്, നമുക്ക് തുടച്ചാൽ പോകും. പക്ഷെ വണ്ടിയുടെ ആ ഒരു പെർഫെക്ഷൻ നോക്കിയാൽ നിങ്ങൾ 153 രൂപയ്ക്ക് എനിക്ക് മുതലായിട്ടുണ്ട്. ആഹാ, പിറകിലെ 2 ബോക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടി ഉഷാറാട്ടോ അല്ലേ. പുൾ ബാക്ക് ടോയ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. പുൾ ബാക്ക് ടോയ് ആണ്. ഇതിപ്പോൾ തുണി ആയതുകൊണ്ടായിരിക്കാം കുറച്ച് സ്ലോവിൽ പോകുന്നത്, അല്ലെങ്കിൽ പിടുത്തം വിട്ട പോക്കായിരിക്കും. അപ്പോൾ കണ്ടില്ല,
ഡോർ ഓപ്പണബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡോറിന് ലോക്കൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഡോർ അങ്ങനെയൊക്കെ തുറന്നു നോക്കുക. ഡോർ ഓപ്പണബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഡോർ തുറക്കാൻ പറ്റത്തുണ്ടോ? ഡോർ പതിയെ ഒന്ന് തുറന്നു നോക്കാം. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ആക്കാൻ കഴിയും കേട്ടോ. നമുക്ക് ഈ ഒരു ഡോറിൽ പിടിച്ച് ഇങ്ങനെ പതിയെ വലിച്ചാൽ ഈ ഒരു ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാൻ കഴിയും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ടോയ് കാർ ഉള്ളത്. അയ്യോ, എന്ത് ഭംഗിയാണ് നോക്കിയേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. മാത്രമല്ല, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.